മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മട്ടന്നൂർ ഇരിട്ടി റോഡിലെ മത്സരയോട്ടവും വാഹനാപകടങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇരിട്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പുന്നാട് നഗരസഭാ കൗൺസിൽ ഹാളിലായിരുന്നു യോഗം. കഴിഞ്ഞ ദിവസം ചാവശ്ശേരിക്കടുത്തെ കൂരൻമുക്കിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച അച്ഛനും മകനും മരിച്ചിരുന്നു. ഒരു മാസക്കാലത്തിനുള്ളിൽ നടന്ന വാഹനാപകടങ്ങളെ തുടർന്ന് ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി യോഗം ചേർന്നത്. റോഡ് മെക്കാഡൺ ടാറിംഗ് ചെയ്തതിനു ശേഷം അമിത വേഗതയും അശ്രദ്ധയും കാരണമുണ്ടായ അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. വാഹനങ്ങളുടെ അമിത വേഗത ഒഴിവാക്കാനും അപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. യോഗം നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ വരുന്ന സമയത്ത് അപകടം വരുന്ന സമയത്ത് വലിയ രീതിയിൽ നാട്ടുകാരുടെയും മറ്റൊക്കെ പ്രതിഷേധം വരികയാണ്. ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ട് വാഹനങ്ങൾ തടയാണ്, തൊഴിലാളികളെ തടയാണ്. വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നാട്ടിലുണ്ടാവുക. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരിട്ടി ആ സമയത്ത് തന്നെ ACP പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമ്മേളനത്തോടുകൂടി നല്ല നിലയിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതിനായിരുന്നു. ആ സമയത്ത് തന്നെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ACP സിബിഎം അവർ നേരത്തെ തന്നെ സംഭവം. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു. കൂത്തുപറമ്പ് ACP സിബി ടോം, മട്ടന്നൂർ സബ് ഇൻസ്പെക്ടർ നൌഷാദ് മൂപ്പൻ, ഇരിട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബാബുരാജ്, മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷനിൽകുമാർ, ബസ് ഉടമകളുടെ പ്രതിനിധി ടൈറ്റസ് ബെന്നി, യൂണിയൻ പ്രതിനിധികളായ P ചന്ദ്രൻ, ജില്ലാ ലീഗൽ കൗൺസിലർ ബാലകൃഷ്ണൻ, N രാജൻ, K ഷക്കീബ്, മുകുന്ദൻ, CVM വിജയൻ, K മുഹമ്മദ് അലി, ലത്തീഫ്, അബ്ദുൾ റാസിഖ്, KV രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ്, ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.